എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുമാണ് നോക്കുന്നത്. ഇത് റെസനേറ്റ് ആകുന്ന ആൾക്കാരെ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളത്, അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. 8 ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, ഹെർമിറ്റ്, നൈറ്റ് ഓഫ് സോഡ്, ജസ്റ്റിസ്, ഏസ് ഓഫ് പെൻഡക്കിൾ. ബോട്ടം വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫൈവ് ഓഫ് വാൺസ്, ക്വീൻ ഓഫ് വാൺസ്, ഫൈവ് ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് വാൺസ്, 2 ഓഫ് കപ്സ്, 2 ചാരിയറ്റ്, സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് വെച്ചിട്ട് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളില്ലാത്തപ്പോഴത്തേക്കും അവർക്ക് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ഒരു ഫീലിംഗ് ആണ് നിങ്ങളില്ലാത്തപ്പോഴത്തേക്കും. അവരുടെ ഒരു കറൻറ്റ് എനർജി വെച്ചിട്ട് അവർ കുറേ കാര്യങ്ങളിൽ സ്റ്റക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇപ്പോൾ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ആൾ ഇരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾക്ക് ആൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ആ തോട്ട്സിന് ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെ പറയണം, ചിന്തിക്കണം എന്നൊക്കെ ആൾക്കൊരു ക്ലാരിറ്റി ലഭിച്ചതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി എന്താ പറയുക, ആ ഒരു ബൗണ്ടറിയൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു. എവിടെയൊക്കെ എങ്ങനെയുള്ളവരെയാണ് വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ആൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ആ ഒരു ലോജിക്കിൽ ചിന്തിക്കാനായിട്ട് പഠിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ താഴെ നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോഴത്തേക്കും 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്താ പറയുക, നിങ്ങളുമായിട്ട് ഈഗോ ക്ലാഷസ് ഉണ്ടായതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു പോയി എന്നൊക്കെയുള്ളൊരു കുറ്റബോധം ആളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ആൾ ചിന്തിച്ച് കൂട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വേറുള്ള ആൾക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ആ ഒരു എന്താ പറയുക, ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തമ്മിലുള്ള ആ ഒരു ഇടയിൽ ആ ഒരു അഭിപ്രായം കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ആളിപ്പം നല്ല രീതിയിൽ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഒരുപാട് മെൻ്റലി ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അടുത്തത് അവരുടെ കറൻറ്റ് എനർജിയിൽ 8 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അവരുടെ ലൈഫിൽ അവർ എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് എന്തോ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ ഏസ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതിനെപ്പറ്റി വളരെയധികം ഫോക്കസ് ചെയ്ത് ഒരു മുന്നിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് പറയുന്നത് ലൈഫിൽ ബാലൻസ് ചെയ്ത്, അതായത് ആ ഒരു ഹാർമണി ഉണ്ടാക്കി എടുക്കണം എന്ന് ആൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. 2 കപ്പുകളിൽ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് ഹാർമണിയോടുകൂടി കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നുള്ളതൊക്കെ ആൾക്കിപ്പോൾ ഒരു ബോധം വന്നിട്ടുള്ളതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ആളുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക, നല്ല ചിന്തകൾ വരാനായിട്ട് തുടങ്ങി.
ആ ഒരു ദൈവികമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക്. എൻ്റെ താഴെ വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് വാൺസും 5 ഓഫ് പെൻഡക്കിൾസും ആണ്. നിങ്ങളെ വളരെയധികം ഒരു പ്രിയോറിറ്റി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. വളരെയധികം എന്താ പറയുക, അട്രാക്റ്റീവായിട്ട് നിങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുക, അത്രയധികം പവറുള്ള വ്യക്തിയാണ്, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനുള്ള ആളാണ് എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു നഷ്ടമായി പോയി. നിങ്ങൾ അവരുടെ മുന്നിൽ നിന്ന് പോയപ്പോഴത്തേക്കും ആണ് അവർക്ക് ആ വില മനസ്സിലായത്. നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ അവരിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് എത്രത്തോളം വാല്യൂ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരിപ്പോൾ ഓർക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാനതൊന്നും ശ്രദ്ധിക്കാതെ എടുത്ത് ചാടി എന്നൊക്കെ ആലോചിച്ചിട്ടിരുന്ന് വളരെയധികം ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ഓർത്തിരുന്ന ബുദ്ധിമുട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ ഈഗോ ആണ്, എന്താ പറയുക, നിങ്ങൾ ഡൊമിനൻ്റ് ക്യാരക്ടർ കാണിക്കുന്നു, ആറ്റിറ്റ്യൂഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു വാല്യൂ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. ഒറ്റപ്പെടലിലൂടെ ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ പറയുക ശരിയാക്കേണ്ടത് എന്നൊക്കെ ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടെയൊക്കെ ഞാൻ തിരുത്തണം, മാറണം എന്നൊക്കെയാണ് ആൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിട്ടുള്ളത് നിങ്ങളോടുള്ളത് 3 ഓഫ് വാൺസ് ആണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവർക്ക് തിരിച്ച് എത്തണം, ആ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡും അത് തന്നെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ നടത്തി അതിനൊരു തീർപ്പുണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്കാണ് ആ ഒരു ജസ്റ്റിസ് തരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതി തരാണ്ട് ഈ ആൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നീതി തന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ്, ചാരിയറ്റ്, സ്റ്റാർ. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് തന്നെയാണ് ഇവിടെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തപ്പോഴത്തേക്കും അവർക്ക് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു റീയൂണിയനിലേക്ക് പോകണം, ആ ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചാരിയറ്റ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു എന്താ പറയുക, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക, ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ വന്നിട്ടുള്ളത് നിങ്ങളോട് അത്രയധികം അവർക്ക് അട്രാക്ഷൻ ഉണ്ട്. അവർ നിങ്ങളെ ആലോചിക്കുമ്പോഴത്തേക്കും അവർക്ക് വരുന്നത് ഒരു പ്രതീക്ഷയാണ്, ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണിത്. അതുകൊണ്ട് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയാണ് അവർക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടില്ലേ, ഒരു ഹാർട്ട് ബ്രോക്കണിലാണ്, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്ത കാര്യത്തിൽ അവർക്ക് വളരെയധികം കുറ്റബോധം ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നും ഒരു എന്താ പറയുക ഹീൽ ചെയ്ത് രണ്ടു പേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു പഴയതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.